ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പെയിൻ എന്ന് വേണമെങ്കിൽ PVനെ പറയാം. ഭയങ്കരമായ പെയിനായിരുന്നു. പറയാൻ വേണ്ടിയിട്ട് ഒരാകെ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ ആ സംഭവം. കഴിഞ്ഞു, അത് കഴിഞ്ഞു, പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ചെയ്യുന്ന ഈ സംഭവം ഒട്ടും സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അലറി വിളിക്കാത്തത് എന്തോ ഭാഗ്യം. എന്നോട് അടുത്തുള്ള സിസ്റ്റർ പറഞ്ഞു കരയരുത്, ഒച്ച വയ്ക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ശബ്ദം വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി. PV എനിക്കിപ്പോൾ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞ സംഭവം ഇപ്പോഴും പേടിയാണ്. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഇത് കാണുന്നുണ്ടാവുമല്ലോ, അവരോട് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. കൂടാതെ ഏർലി ആണല്ലോ, 9th മന്ത് സ്റ്റാർട്ട് ചെയ്ത് 1 വീക്ക് പോലും ആയില്ല. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഈ ടെൻഷൻ അടിച്ച സിറ്റുവേഷനിൽ റിലാക്സ് ചെയ്തൊന്നും നമുക്ക് കിടക്കാൻ പറ്റില്ല. പെട്ടെന്ന് വന്ന് PV ചെയ്യണം, നാളെ C-സെക്ഷൻ വേണമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടി ചെയ്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് പെയിൻഫുള്ളായി തോന്നിയത്. പെയിൻഫുൾ അല്ലാണ്ടും PV എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. അത് ലേബർ റൂം കയറിയതിന് ശേഷമാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, PV കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇന്നത്തെ ആകെ 2 സെൻറ്റിമീറ്റർ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടറിയാം, മിനിമം ഒരു 5 ഫിംഗേഴ്സ് എങ്കിലും ഇൻസേർട്ട് ഓപ്പൺ ആയാൽ മാത്രമേ നോർമൽ ഡെലിവറി പോസിബിൾ ആവൂ എന്നൊരു കണ്ടീഷൻ എനിക്ക് ബോധം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ചാൻസ് ഇല്ലല്ലോ. ഡോക്ടർ അപ്പോൾ പറഞ്ഞത് അപ്പം തന്നെ നമുക്ക് C-സെക്ഷൻ ചെയ്യണം എന്നായിരുന്നു. പിന്നെ റൂം കിട്ടാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി എന്തായാലും തിരികെ വീട്ടിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ ഇപ്പം തന്നെ അഡ്മിറ്റ് ആയിക്കോളൂ. അതുപോലെ ഫ്ലൂയിഡ് ഡ്രിപ്പ് കയറ്റാനുണ്ടായിരുന്നു. എന്നെ നേരെ ലേബർ റൂമിലേക്ക് വിട്ടു. ലേബർ വാർഡിലേക്ക് വിട്ടു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇരുന്നുണ്ടായിരുന്നു. അതുപോലെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. കാര്യമായിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്ന് വെച്ച് വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിക്ക് ആവശ്യമായ കുറച്ച് തുണി നേരത്തെ വെച്ചിരുന്നു. പിന്നെ മെറ്റേണിറ്റി ഡ്രസ്സ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ കുറച്ച് സാമഗ്രികൾ ഉണ്ടാവുമല്ലോ, ഈ ഫ്ലാസ്ക്, പാത്രങ്ങൾ, ബക്കറ്റ്, അതൊക്കെ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പാത്രങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. വേറെ ഹോസ്പിറ്റൽ ബാഗിൽ കാര്യമായ പാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടുന്ന് ആൾക്കാർ വരുമ്പോൾ ആ ബാഗും കൊണ്ടുവന്നു. അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ലേബർ വാർഡിൽ ഡ്രിപ്പ് ഇട്ട് കിടക്കുമായിരുന്നു. ഈ PV ചെയ്ത വേദനയും ബേബിയുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്നറിയാത്ത അവസ്ഥ, അതുപോലെ പ്രീമച്വർ ഡെലിവറി ആയിരിക്കുമോ എന്നൊരു പേടി. ഒരു 45 വീക്സൊക്കെ ആകുമ്പോഴാണ് ഒരു ഹെൽത്തി ഡെലിവറി ഉണ്ടാവുക എന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. എനിക്കപ്പോൾ കറക്റ്റ് 35 വീക്സ് കംപ്ലീറ്റ് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ബേബിയുടെ ഗ്രോത്ത് ഓക്കെ ഇല്ലാതിരിക്കും, എന്തൊക്കെയോ ടെൻഷനായിരുന്നു ആ സമയത്ത്. പിന്നെ C-സെക്ഷൻ ആവുമോ, നോർമൽ ഡെലിവറി ഇനി ചാൻസ് ഇല്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ സെറ്റായി. C-സെക്ഷൻ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നോർമൽ ഡെലിവറിയെ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്രെത്തിങ് എക്സസൈസ് അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നത് മുന്നേ. അപ്പോൾ ഇനി C-സെക്ഷൻ അതെന്താ, അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ആരുടെയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. ഓപ്പറേഷനാണ്, സുഖപ്രസവമാണ്, ഈ രണ്ട് വേർഡും കേൾക്കുന്നതല്ലാതെ ഈ C-സെക്ഷനെക്കുറിച്ച് വല്ലാതെ അങ്ങ് ബോധേഡ് ആയിരുന്നില്ല ഞാൻ. ആ ഒരു ടെൻഷനൊക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ മാലാഖകൾ, നേഴ്സുമാർ വരുന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, എൻ്റെ മുഖം കണ്ടിട്ട് അവർ ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പെട്ടെന്ന് PV ചെയ്തപ്പോൾ അതിൻ്റെ വേദന കൊണ്ടൊരു ടെൻഷൻ, പിന്നെ ബേബിയുടെ കാര്യം ഓക്കെ അല്ലോ, പ്രീമച്വർ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെന്നെ വഴക്ക് പറഞ്ഞു. ബേബി പ്രീമച്വർ ആവുന്നു, 35 വീക്സ് ആയില്ലേ, ഇനി പ്രത്യേകിച്ചൊന്നും ഗ്രോത്തൊന്നും വരാനില്ല, ആകെ കൂടി ഇനി 2-3 ആഴ്ച ആ ഒരു വളർച്ച ഉണ്ടാവും. അതിൽ വെയിറ്റ് ഗെയിന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് എന്താ പറയുക അവയവങ്ങൾക്കൊന്നും പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടാകുന്നില്ല. ബേബി കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും, ഗ്രോത്തൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി, ഇനി വെയിറ്റ് ഗെയിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി അങ്ങോട്ടുള്ള ആഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. അപ്പോൾ എനിക്ക് സമാധാനം, ഓക്കെ ബേബി ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എൻ്റെ കാര്യം അതാണ് അറിയേണ്ടത്. ട്രിപ്പ് 2 ട്രിപ്പാണ് ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ട്രിപ്പായിരുന്നു അത് രണ്ടും. അപ്പോൾ
ബേബിയുടെ കാര്യം ഇനി എന്തായാലും ഹോസ്പിറ്റലിലാണല്ലോ നമ്മൾ, അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷനില്ല. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിലാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു സേഫ്റ്റി ലെവൽ എന്ന് പറയണമെന്നില്ല. നമ്മൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഓക്കെ വീട്ടിൽ പോയിട്ട് വരാമെന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് ഇനി എന്തായിരിക്കും എന്നുള്ള ചിന്തിച്ച് ഇരിക്കേണ്ട പ്രശ്നമില്ലല്ലോ. ഹോസ്പിറ്റലിലാണ്, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവർ നോക്കിക്കോളും. ആ ഒരു സേഫായ എൻവയോൺമെൻറ്റിലാണ് ഉള്ളത് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് കുറച്ചൊന്ന് ആശ്വാസമായി. പിന്നെ നഴ്സുമാരൊക്കെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. വേഗം പ്രസവിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കുക, അല്ലാണ്ട് പിന്നെ എന്തിനാണ് കിടന്ന് ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രസവം സംബന്ധിച്ചിടത്തോളം ഡെയിലി കാണുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് അവരതിനെ സിമ്പിളാക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്കത് സിമ്പിളല്ല, എന്നാലും കേട്ടപ്പോൾ ഒരാശ്വാസം. ഓക്കെ, 2 ട്രിപ്പും കഴിഞ്ഞ് അപ്പോഴേക്കും റൂം കിട്ടി. സെപ്പറേറ്റ് റൂമായിരുന്നില്ല, ഒരു 5 ബെഡ് ഇടാൻ പറ്റിയ ഒരു ഹോള് പോലെ, ഒരു ഡോർമെട്രി ഹോൾ കം ഒരു ബാത്റൂമുള്ളൊരു ജനറൽ വാർഡ് പോലുള്ളൊരു ഏരിയ. ഞാൻ ഹോസ്പിറ്റൽ പറഞ്ഞല്ലോ, AKG ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ഡെലിവറി. ഞാൻ അവിടുത്തെ ഡോക്ടർ മിനി പി നായരെയാണ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് ഡോക്ടർ മിനി പി നായരെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ വാർഡിലേക്ക് കയറി ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട്. ചിലവർ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ കൂളായിരുന്നു, പുറമേ കാണാൻ കൂളായിരുന്നു, പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പോലും ഇപ്പോൾ ഓർത്തെടുക്കാൻ വയ്യ. പെട്ടെന്ന് ഇതുപോലെ സംഭവിച്ചപ്പോൾ ഒരു ഷോക്ക്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോർമൽ ഡെലിവറി ഡ്യൂ ഡേറ്റിനനുസരിച്ച് ഒന്നുകിൽ പെയിൻ വന്നിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവിടെ എത്തി പെയിൻ വരുന്നു, പെട്ടെന്ന് തന്നെ പ്രസവിക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അതിൽ നിന്നല്ല നേരെ ഓപ്പോസിറ്റായി ഇതുവരെ കാണാത്തൊരു ഒലിയോ ഹൈഡ്രോമിന്യൂസ് ആ സംഭവവും ഫ്ലൂയിഡ് ലെവൽ റെഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ, അതൊന്നും ചിന്തിച്ചിട്ട് പോലും എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ഷോക്ക്, ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന് പിന്നെയും ഡ്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വാർഡിലേക്ക് വിളിച്ചു, ഡെലിവറി വാർഡിലേക്ക് വിളിച്ചു. കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കത്തീറ്റർ എന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഞാൻ റിസർച്ചിലൂടെയും ഫ്രണ്ട്സിനോട് ചോദിച്ചൊക്കെ അതിന് അറിയായിരുന്നു. ലേബർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിക്സ് ഡയലേറ്റ് ചെയ്യാൻ, സെർവിക്സ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബലൂൺ കത്തീറ്റർ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, എനിക്ക് അറിഞ്ഞൂടാ. ബലൂൺ കത്തീറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ബലൂൺ പോലുള്ള സംഭവമാണ്. അത് വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സർവിക്സ് വലുതാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഡോപ്ലർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മേ ബി സ്കാൻ ചെയ്ത ഡോക്ടറുമായിട്ട് നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവണം. ഡോക്ടർ പിന്നെ വന്നതിന് ശേഷം പറഞ്ഞത് നമുക്ക് നോർമൽ വേയിൽ ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം, വജൈനൽ ബർത്തിന് ചാൻസ് ഉണ്ടോ നോക്കാം. ബേബിയുടെ ഹെൽത്ത് ഓക്കെയാണ്. അതായത് ഈ ഡോപ്ലർ സ്റ്റഡി എന്ന് പറയുന്നത് ബേബിക്ക് ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, പ്ലാസൻ്റ വർക്ക് ചെയ്യുന്നത് ഓക്കെ ആണോ എന്നൊക്കെ അറിയാനുള്ള സ്റ്റഡിയാണ്. അത് ഓക്കെ ആയിരുന്നു എൻ്റെ കാര്യത്തിൽ. ഫ്ലൂയിഡ് ലെവൽ കുറവാണെങ്കിൽ പോലും ബേബിക്ക് വേണ്ട ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടായിരുന്നു, പ്ലാസൻ്റ വെൽ വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഒരു നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു ഹോപ്പ്. അപ്പോൾ പിന്നെയും C സെക്ഷൻ എന്നുള്ള തോട്ടിൽ നിന്ന് വീണ്ടും നോർമൽ ഡെലിവറിയിലേക്ക് മാറി.